ഹായ് ഗൈസ്, ഇതാണ് ഞങ്ങളുടെ വീട് കേട്ടോ. ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, നിങ്ങളെയും കൂടെ കാണിച്ചു തരാം കേട്ടോ. കേട്ടോ ഒരു വീഡിയോ എടുക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്ന വഴി. ചെടിയുണ്ട് കേട്ടോ, എന്നും പൂവുണ്ട്. വൈറ്റ് കളർ പൂവാണ് കേട്ടോ, ബുഷിയായിട്ട് നിൽക്കുന്ന ടൈപ്പ്. ഇവിടെ തന്നെ ഒരു ചിക്കൂസ് നിൽപ്പുണ്ട്. അതിനകത്തിപ്പം കാ പിടിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. അടുത്തത് ഇഷ്ടംപോലെ കാ വരുന്നുണ്ട് വീണ്ടും. ഇവിടെ ഇതിന് ബാക്കിലോട്ട് കുറച്ച് ചീനിയും ചേമ്പ് ചേന അങ്ങനെയൊക്കെ വാപ്പ നട്ടിട്ടുണ്ട്. പിന്നീട് ഒരു മൈലാഞ്ചി ഇലയുണ്ട്, കറിവേപ്പിലയുണ്ട്, അങ്ങനെ കുറച്ച് ലീവ്സ് ഐറ്റംസും ഉണ്ട്. ഇവിടെ തുടങ്ങുമ്പോൾ ഇവിടെ ഒരു ഇലച്ചെടിയാണ്. താഴെ ഒരു ക്രീപ്പേഴ്സ് ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ മതിലിലേക്ക് ഇങ്ങനെ പടർന്നു പോകുന്നുണ്ട് കേട്ടോ. ഇതൊരു മറ്റേ മെയ് മാസം അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു. ഒരു നമ്മുടെ വാട്ടർ ലില്ലി പോലെ ഒരു പിങ്ക്, ഒരു റോസ് കളറ് പൂ പിടിക്കും. ഇപ്പോൾ എല്ലാ ടൈമിലേ പിടിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഇത് 2 ഇലച്ചെടികളാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഇലച്ചെടികളാണ്. ഇതിൽ 2-3 കളേഴ്സും കൂടെ ഉണ്ടായതുകൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ തന്നെ. ഇങ്ങനെയാണ്. പിന്നെ ഇവിടെ കുറച്ച് സ്റ്റോണും മെറ്റിലൊക്കെ ഇട്ടേക്കാണ്. ഇവിടെ ഇതൊരു ചെറിയ പ്ലാന്റാണ്, കുഞ്ഞു പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ ചെറുതിലേക്ക് മേടിച്ചത്. അപ്പോൾ ഇത് ഇത്രയും വലുതായി കേട്ടോ. ഇതിലേക്ക് തന്നെ ഒരു ക്രീപ്പേഴ്സായിട്ടൊരു ചെടി ഇങ്ങനെ പടർന്നു പോകുന്നുണ്ട് കേട്ടോ. ഒരു ക്രീപ്പറാണിത്. പിന്നെ ഇതൊരു ബോഗൺവില്ലയാണ്. ഇത് 2 കളേഴ്സ് മിക്സഡാണ് കേട്ടോ. ഇതും ഒരു ഇലച്ചെടിയാണ്. ഇത് പുതിയ ഇലകളിങ്ങനെ വരുമ്പോൾ അതിൻ്റെ റെഡ് കളർ ആവുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അപ്പോഴും കാണാൻ. ഇനി ഇവിടെ ഒരു താമരക്കുളമുണ്ട്. ഇതിനകത്ത് ആദ്യം പൂ പിടിച്ച് കഴിഞ്ഞു. പിന്നെ ഇത് ഇളക്കി വീണ്ടും നമ്മളതിനകത്ത് തന്നെ അതിൻ്റെ കിഴങ്ങ് നടുമ്പോൾ ഇങ്ങനെ കുഞ്ഞിലകളായിട്ട് വരും. പിന്നെ ഇനി ഇതങ്ങ് കുറച്ചുകൂടെ വലുതാകുമ്പോൾ പൂവാവും കേട്ടോ. പൂക്കളുണ്ടായിട്ടുണ്ട്. ഇത് റോസ് കളറാണ്. പിന്നെ ഇതൊരു ബോഗൺവില്ലയാണ് കേട്ടോ. ഇതൊരു റോസ് കളർ മാത്രം വരുന്നൊരു ബോഗൺവില്ലയാണ്. ഇതൊക്കെയാണ് കേട്ടോ, കമ്പ് വെച്ചിട്ട് കിളിച്ചതാണ്. ബോഗൺവില്ലയാണ്. ഇതും കമ്പ് വെച്ച് കിളിപ്പിച്ചെടുത്തതാണ് കേട്ടോ. നല്ല പൂവാണ്, ഒരു റോസ് കളർ പൂവാണ് കേട്ടോ. റോസ് അല്ല, ഒരു നമ്മുടെ ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെ വരുന്ന ടൈപ്പ് ഒരു പൂവാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂവാണ്. ഇതിൻ്റെ അകത്തൊക്കെ പൂ വന്നിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇതിൻ്റെ ബാക്കിൽ ഒരു നമ്മുടെ ലവലോലിക്ക എന്നൊക്കെ പറയത്തില്ലേ, ശരിക്ക് കാ പിടിച്ചിരിപ്പുണ്ട് കേട്ടോ. ശരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലയായിട്ട് നമ്മുടെ മുന്തിരിക്കൊല പോലെ നിൽപ്പുണ്ട്. അത് എല്ലാം ഒരേപോലെ വിളഞ്ഞ് റെഡ് കളറാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ട് ഇവിടെയൊക്കെ ചീനിയും മറ്റേ ഒരു പുളിഞ്ചിക്കൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു റെഡ് കളർ ബാമ്പു 2 സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നേരത്തെ കണ്ട പോലത്തുള്ള ചെടിയാണ് കേട്ടോ. ഇതൊരു ഇലച്ചെടിയാണ്. പിന്നെ ഇതൊരു തെറ്റിയാണ് കേട്ടോ, റോസ് കളർ തെറ്റി. ശരിക്ക് പൂ പിടിക്കും കേട്ടോ. ചെറിയൊരിതാണെങ്കിലും ശരിക്ക് പൂ വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ നേരത്തെ കാണിച്ച കടലാസെടിയുടെ റെഡ് ചില്ലി കളേഴ്സാണ് കേട്ടോ. അതിനകത്ത് 2-3 പൂക്കളുണ്ട്. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇതും ബോഗൺവില്ലയുടെ തന്നെ വൈറ്റ് കളറാണ് കേട്ടോ. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇത് ഇതിൻ്റെ പേര് മറന്നുപോയി. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇൻഡോർ പ്ലാന്റായിട്ടും നമ്മുടെ അല്ലാതെയും വയ്ക്കാം കേട്ടോ, പുറത്തും വയ്ക്കാം. ഇത് അഡീനിയാണ് കേട്ടോ. അഡീനിയത്തിൻ്റെ മദർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ കുഞ്ഞിനത് തൈ വന്നിട്ടുണ്ടായിരുന്നു. തൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് അരി പോലെ വന്നത്, നമ്മുടെ അപ്പൂപ്പൻ താടി പോലെ. അത് കുറച്ച് പ്ലാന്റ് വേറെ പോട്ടിൽ നട്ടിട്ടുണ്ട് കേട്ടോ. ഇതും ഓലച്ചെടി പോലത്തുള്ള 2 എണ്ണമാണ് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് പോലെ അകത്ത് ഷെയ്ഡിലാണ് ഇങ്ങനെ നിൽക്കുന്നത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്നേക്ക് പ്ലാന്റിൻ്റെ 2 വെറൈറ്റീസാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് വെച്ചതേ ഉള്ളൂ, കുറച്ച് തൈ നിൽക്കുകയാണ്. ഇത് ഞങ്ങളുടെ മീൻകുളമാണ് കേട്ടോ. കുറേ മീനുകളൊക്കെ ഉണ്ട്. മറ്റേ സാരി ഗപ്പി, പിന്നെ കുറച്ച് മറ്റേ പ്ലേറ്റ്, എന്തോ പേര് കറക്റ്റ് അറിയത്തില്ല, റെഡ് കളർ ഉണ്ടോ, അങ്ങനൊരു ഇതുണ്ട്.
അകത്തുണ്ട് കേട്ടോ, കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ അഡീനിയത്തിൻ്റെ തൈകളാണിത്. ഇതിന് അരേലിയം അങ്ങനെ പറയുന്ന ടൈപ്പ് ഒരു ബുഷിയായിട്ട് നിൽക്കുന്ന ചെടിയാണ്. ഇത് ഇൻഡോർ പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നാളെ കുറച്ച് നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ്സുകളുണ്ട് കേട്ടോ. ഇത് പിന്നെ ബട്ടർഫ്ലൈ, ഇതിനകത്തൊരു പൂ പിടിക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. പിന്നെ കുറച്ച് റോസയുടെ കളക്ഷൻസുകളാണ് കേട്ടോ. റോസയുടെ കളക്ഷൻസുകൾ റെഡ് ഉണ്ട്, വൈറ്റ് ആയിരുന്നു ഇത്, ഇതിനകത്ത് പൂ പിടിച്ചിട്ടില്ല. ഇതും റെഡാണ് കേട്ടോ. പിന്നെ ഇതൊരു ഇതിൻ്റെ ആണെന്ന് അറിയത്തില്ല, തൈ കിട്ടിയതാണ്, ഇതിൻ്റെ ആണെന്ന് അറിഞ്ഞുകൂടാ. ഇത് വാഴച്ചെടി. പിന്നെ വൈറ്റ് കളർ റോസ. പിന്നെ ഇതൊക്കെ നമ്മുടെ ഓർക്കിഡിൻ്റെ കളക്ഷൻസുകളാണ് കേട്ടോ. 2 കളേഴ്സ് ഉണ്ട്, ഒരു വയലറ്റ്, പിന്നെ ഒരു വെള്ള, പിന്നെ വേറൊരു കളറുണ്ട്. അതിനകത്ത് മുട്ട് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് മുല്ല, പിന്നെ വേറൊരു ടൈപ്പ് ചെടിയാണ്. ഇതിൻ്റെ പൂവും ഒരു വയലറ്റ് കളറ്. ഇത്രയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഗാർഡനിലുള്ള ചെടികൾ. ഇനി കുറച്ച് പെറ്റ്സ് ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പെറ്റ്സിനെ ഇട്ടേക്കുന്നത്, കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആടാണ് കേട്ടോ, ഞങ്ങളുടെ സുന്ദരി ആട്. പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇതിൻ്റെ മുഖം കാണാൻ നല്ല ഭംഗിയില്ലേ. 3 കുട്ടികളുണ്ട്, 3 പെൺകുട്ടികളാണ് കേട്ടോ. പിന്നെ കുറേ പ്രാവിൻ്റെ കളക്ഷൻസുകളുണ്ട്. ഒരുപാടുണ്ട് കേട്ടോ, കുഞ്ഞുങ്ങളായിട്ട് ഇരിപ്പാണ്. കുഞ്ഞുങ്ങളെ അടച്ച് വെച്ചേക്കാണ് കേട്ടോ. കുറേ പ്രാവിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഇതൊരു വെറൈറ്റി പ്രാവാണ് കേട്ടോ. ഇതൊരു നാടൻ പ്രാവുകൾ തന്നെയാണ്, ഇവിടെ തന്നെ വിരിഞ്ഞ് ഉണ്ടായത് തന്നെയാണ് കേട്ടോ. അടുത്തതല്ല ബാക്കിലും ഒക്കെ കുറച്ച് ഇവിടെ ഇതിൻ്റെ വേസ്റ്റ് ഇട്ടേക്കുന്നത്. ഇവിടെ കുറേ ചീനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വാങ്ങിച്ച് കൊണ്ടുവന്ന്, ഇതാണ് ഇവിടുത്തെ വളം. ഇതിൻ്റെയൊക്കെ ഇങ്ങനെ വേസ്റ്റ് വരുന്നതൊക്കെയാണ് ഇടുന്നത്. പിന്നെ കുറച്ച് കോഴിയുണ്ട്. ഹലോ, അപ്പോൾ ഗൈസ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ വീണ്ടും പുതിയ വീഡിയോസുകളായിട്ട് വരുന്നതാണ്.